KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാറിന്റെ സമഗ്ര വികസനത്തിന് മുന്തിയ പരിഗണന LDF സർക്കാർ നൽകുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ഇത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും ചന്ദ്രശേഖരൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആനുകൂല്യം ഉറപ്പാക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്നും E. ചന്ദ്രശേഖരൻ. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ്. മുഖ്യപ്രതി റിമാൻഡിലായത് കുണ്ടാർ സ്വദേശി ഹാരിസ്. വാഹനാപകടത്തിനിടെ മോഷണമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കുഞ്ചത്തൂർ രക്ഷണാവേദി. തെറ്റായി നൽകിയ വാർത്ത തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും രക്ഷണാവേദി ഭാരവാഹികൾ. കയ്യൂർ ചെറിയാക്കര GLP സ്കൂളിൽ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് M. രാജഗോപാലൻ MLA. വിദ്യാലയം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും രാജഗോപാലൻ. തൊപ്പി മഹിമയിൽ തളങ്കര തൊപ്പി. റംസാൻ കാലമായതോടെ തളങ്കര തൊപ്പിക്ക് ആവശ്യക്കാർ ഏറെ. വാർത്തകൾ വിശദമായി. ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കുന്ന മലബാറിന്റെ സമഗ്ര വികസനത്തിന് മുൻഗണന നൽകുമെന്ന LDF സർക്കാരിന്റെ പ്രഖ്യാപിത നയം ജില്ലയുടെ വികസന കുതിപ്പിന് വേഗം പകരുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് വികസന സമിതി നൽകിയ പൗരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാഞ്ഞങ്ങാട് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി E. ചന്ദ്രശേഖരന് പൗരസ്വീകരണം നൽകിയത്. LDF സർക്കാരിന്റെ കർമ്മപരിപാടികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ജില്ലയുടെയും കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെയും വികസന വിഷയങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കാര്യം വിശദീകരിച്ചത്. നമ്മുടെ സംസ്ഥാനം ഒന്നാണെങ്കിലും ചരിത്രപരമായ കാരണങ്ങളാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖല അല്ലെങ്കിൽ മലബാർ മേഖല വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല, പുരോഗമിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്, എല്ലാവരും അംഗീകരിക്കുന്നത്. അതുകൊണ്ട് മലബാർ മേഖലയുടെ വികസനം ഒന്ന് പ്രത്യേകമായി പരിഗണിക്കണമെന്ന് LDFന്റെ പ്രകടന പത്രികയിലുണ്ട്. ബഹുമാന്യ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചു. വികസന സമിതി ചെയർമാൻ P. അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ മന്ത്രിയെ പൊന്നാടി അണിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ, C. യൂസഫ് ഹാജി, കാണിയൂർ പാതയുടെ കർണാടക കർമ്മസമിതി ഭാരവാഹികളായ സുധാകർ റായ് സുള്യ, ശ്രീറാം, T. മുഹമ്മദ് അസ്ലം, CA പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. എൻഡോസൾഫാൻ ദുരിതബാധിത കുട്ടികൾ പഠിക്കുന്ന ജില്ലയിലെ ബഡ് സ്കൂളുകൾക്ക് മലയാള മനോരമയുടെ നല്ല പാഠം സ്നേഹനിധി വഴി നൽകിയ സ്നേഹവാഹനങ്ങളുടെ താക്കോൽ ദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സാമ്പത്തിക സഹായം കൊണ്ട് മാത്രം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാകുന്നില്ല. ദുരിതബാധിതർക്ക് ന്യായമായ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ കൂടി അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഇക്കാര്യം പരിഗണിച്ച് കഴിഞ്ഞ UDF സർക്കാരിന്റെ ഭരണകാലത്ത് ദുരിതബാധിതർക്കായി ട്രൈബ്യൂണൽ സ്ഥാപിക്കുക എന്ന ആവശ്യം സ്വകാര്യ ബില്ലായി നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് പഠന സമിതി രൂപീകരിച്ചെങ്കിലും പിന്നീട് നടപടികളുണ്ടായില്ല. ദുരിതബാധിതരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് ട്രൈബ്യൂണൽ സ്ഥാപിക്കുക എന്ന ആവശ്യം സർക്കാരിന്റെ അടിയന്തര പരിഗണനയിലുണ്ട്. എൻഡോസൾഫാൻ ദുരിതവുമായി ജീവിക്കുന്ന കുരുന്നുകൾക്ക് മലയാള മനോരമ മുന്നോട്ട് വെച്ച പദ്ധതി മഹത്തായ മാതൃകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ മറ്റു സംഘടനകളും ഇത്തരം പദ്ധതികളുടെ പ്രാധാന്യം തിരിച്ചറിയണം. ദുരിതബാധിതർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ കാലത്തും എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി ചില നടപടികളൊക്കെ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. പൂർണ്ണമായി നടപ്പാക്കാത്ത പദ്ധതികൾ ഏറെയുണ്ട്. എന്നാൽ ചില നടപടികളൊക്കെ തന്നെ ചെയ്യാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. സാമ്പത്തികമായി ചെയ്യുന്ന ഏതെങ്കിലും സഹായം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് എൻഡോസൾഫാൻ ഇരകളുടെ അല്ലെങ്കിൽ ഈ കീടനാശിനി പ്രയോഗത്തിൻ്റെ ഫലമായി ജീവിതം തന്നെ ജീവിക്കുന്നു എന്നതല്ലാതെ ജീവിച്ചിരിക്കുമ്പോഴും അവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 5 ബഡ് സ്കൂളുകൾക്കുള്ള സ്നേഹവാഹനങ്ങളുടെ താക്കോൽ മന്ത്രി E. ചന്ദ്രശേഖരനിൽ നിന്ന് കളക്ടർ E. ദേവദാസൻ ഏറ്റുവാങ്ങി. മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ ഒരു വാർത്താ
എ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ അധ്യക്ഷ ബി ഫാത്തിമ ഇബ്രാഹിം, നീലേശ്വരം നഗരസഭാ അധ്യക്ഷൻ KP ജയരാജൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ G സ്വപ്ന, K ശകുന്തള, ത്രേസ്യാമ്മ ജോസഫ്, രൂപവാണി ആർബട്ട്, ഡെപ്യൂട്ടി കളക്ടർ K അംബുജാക്ഷൻ, എൻഡോസൾഫാൻ ദുരിത പരിഹാര സെൽ നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, കാസർഗോഡ് ഗവൺമെന്റ് HSS പ്രധാനാധ്യാപകൻ PK സുരേഷൻ, PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, മലയാള മനോരമ അസോസിയേറ്റ് എഡിറ്റർ മാത്യൂസ് വർഗീസ്, മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ M ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. മുട്ടത്തൊടി സഹകരണ ബാങ്കിലെ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ പിടികൂടി. കുണ്ടാർ ഉളയത്തടുക്കയിലെ ഹാരിസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാനഗർ CI KV പ്രമോദനും സംഘവുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹാരിസിനെ കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാജരാക്കി. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഹാരിസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹാരിസിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹാരിസിനെ കൂടാതെ 3 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ബാങ്കിന്റെ വിദ്യാനഗർ സായാഹ്ന ശാഖയിലെ അപ്രൈസർ TV സത്യപാലൻ, ചെങ്കള സിറ്റിസൺ നഗറിലെ KA അബ്ദുൾ മജീദ്, ഭീമനടിയിലെ ജയരാജൻ എന്നിവരെയാണ് നേരത്തെ റിമാൻഡ് ചെയ്തത്. ഹാരിസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില സുപ്രധാന തെളിവുകൾ ലഭിച്ചു. ഇപ്പോൾ തട്ടിപ്പ് നടന്ന 2 ബാങ്കുകളിലും ഹാരിസിന് അക്കൗണ്ട് ഉണ്ട്. ഹാരിസിനെ അറസ്റ്റ് ചെയ്തതോടെ കേസിന് സുപ്രധാന വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ചിലരെ പിടികൂടാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇവർ കൂടി അറസ്റ്റിലായേക്കും. കുഞ്ചത്തൂർ ദേശീയപാതയിൽ ജൂൺ 2-ന് ഉണ്ടായ വാഹനാപകടത്തിനിടെ രക്ഷാപ്രവർത്തകർ മോഷണം നടത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കുഞ്ചത്തൂർ രക്ഷണാവേദി ഭാരവാഹികൾ അറിയിച്ചു. ഈ അപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു. വർഷങ്ങളായി കുഞ്ചത്തൂർ, മഞ്ചേശ്വരം, മംഗലാപുരം മേഖലകളിൽ എവിടെയും എന്ത് അപകടം സംഭവിച്ചാലും രക്ഷാപ്രവർത്തനങ്ങൾക്കായി ജീവൻ പണയം വെച്ച് ചെന്നെത്തുന്നവരാണ് കുഞ്ചത്തൂർ നിവാസികൾ. സംഭവം നടന്ന രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയായിരുന്നുവെന്ന് കുഞ്ചത്തൂർ രക്ഷണാവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപകട സ്ഥലത്ത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും പോലീസും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ പണമടക്കമുള്ള നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഇക്കാര്യം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിന്റെ നിജസ്ഥിതി സമൂഹത്തെ ബോധിപ്പിക്കണമെന്നും വ്യാജ വാർത്തകൾ നൽകിയ പത്രങ്ങൾ തിരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പിന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക് പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക് വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന 8 മൊബൈൽ ഫോണുകൾ, 3 ലാപ്ടോപ്പുകൾ, 50,000 ഉറുപ്പിക ക്യാഷായി ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും പിന്നെ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിട്ടും സ്വീകരിച്ചില്ല എന്നുമുള്ള ഒരു വാർത്ത വരികയുണ്ടായി. പത്ര ഓഫീസിൽ നാട്ടുകാർ ഉടനെ വിളിച്ചു വിവരമറിഞ്ഞു. പത്ര ഓഫീസിൽ നിന്ന് ലോക്കൽ റിപ്പോർട്ടേഴ്സ് നൽകിയ വിവരമാണ് എന്ന് മാത്രമുള്ള ആൻസറാണ് ബ്യൂറോന്ന് കിട്ടിയത്. അവിടെ മംഗലാപുരം വിളിച്ചപ്പോൾ ജയകിരണയുടെ ഓഫീസിൽ പ്രകാശ് പാണ്ഡേശ്വർ അദ്ദേഹത്തെയും വിളിച്ചപ്പോഴും അതാണ് വിവരം കിട്ടിയത്. തിരുത്തി കൊടുക്കാമെന്നും അവർ പറഞ്ഞിരുന്നു ഫോണിലൂടെ. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരമറിഞ്ഞു. ഈ ബന്ധുക്കളോടെല്ലാവരും കുടുംബങ്ങളോടും ഈ വിദ്യാർത്ഥികളോടും മരണപ്പെട്ട 2 വിദ്യാർത്ഥികളുടെ കുടുംബക്കാരോടും പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഒരു ചില്ലറ പൈസ ഒരാൾ 4,000 വെച്ച് മാത്രം ഫ്യൂൽ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നതാണ് വീട്ടിൽ നിന്ന് പൈസ. വാർത്താ സമ്മേളനത്തിൽ ബദറുദ്ദീൻ തങ്ങൾ, മുഹമ്മദ് മുസ്തഫ, അബ്ദുൾ സമദ് കുഞ്ചത്തൂർ, SM ബഷീർ, ഹനീഫ് സുരബി, അഷ്റഫ് സന്നുടുക്ക, സമദ് കുഞ്ചത്തൂർ, അഷ്റഫ് പദവ്, സക്കറിയ, അക്ബർ, സമദ്, ഫയാസ് അലി, റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കയ്യൂർ ചെറിയാക്കര GLP സ്കൂളിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് M രാജഗോപാലൻ MLA. 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം എത്തിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു MLAയുടെ പ്രതികരണം. കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്ന കയ്യൂർ ചെറിയാക്കര ഗവൺമെന്റ് LP സ്കൂളിന്റെ ദയനീയ സ്ഥിതി കഴിഞ്ഞ ദിവസം സീനറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1-ാം തരത്തിലേക്ക് ഒരു കുട്ടി മാത്രം പ്രവേശനം നേടിയ ജില്ലയിലെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തെയും ഏക വിദ്യാലയമാണ് ഇത്. വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന പൊതുവിദ്യാലയം അടച്ചുപൂട്ടാൻ വഴിയൊരുക്കരുത് എന്നതാണ് ആവശ്യം. ഇന്ന് ഞാൻ ആ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അവിടുത്തെ രക്ഷിതാക്കളും അവിടുത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.
അടിയന്തരമായും ഈ അധ്യയന വർഷത്തിലുള്ള പരമാവധി നടക്കും. അടുത്ത അധ്യയന വർഷത്തോടുകൂടി കൂടുതൽ കുട്ടികളെ 1ാം ക്ലാസ്സിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമവും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുണ്ടാവും. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടുവെന്നും വിദ്യാലയത്തിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാൻ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും MLA പറഞ്ഞു. ഇനി പുണ്യം തേടി. പാരമ്പര്യത്തിന്റെ നൂലുകോർത്ത് റഹീമിന്റെ തളങ്കര തൊപ്പി. റംസാൻ കാലമായതോടെ തളങ്കര തൊപ്പി വീണ്ടും താരമാവുകയാണ്. തൊപ്പി നിർമ്മാണത്തിലൂടെ ഒരു നാട് മുഴുവൻ ജീവിത വരുമാനം കണ്ടെത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു തളങ്കരക്കാർക്ക്. വശ്യമായ കരവിരുത് കൊണ്ട് അവർ തീർത്ത ആ തൊപ്പികൾ പിന്നീട് ലോകത്തിൻ്റെ ബ്രാൻഡായി മാറി. തളങ്കര തൊപ്പി എന്നുള്ളത് ഓരോരുത്തരുടെയും ഏറ്റവും പ്രിയപ്പെട്ട തൊപ്പിയായി മാറിയപ്പോൾ ഒരു നാടിൻ്റെ പെരുമയാണ് അതിലൂടെ വളർന്നത്. തളങ്കരയിലെ 90% വീടുകളിലും ജീവിതത്തിൻ്റെ പുക ഉയർന്നത് തൊപ്പി സമ്മാനിച്ച വരുമാനത്തിലൂടെയായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല ഗൾഫ് നാടുകളിലേക്കും ആഫ്രിക്കയിലേക്കും വരെ തളങ്കരയിലെ തൊപ്പി ധാരാളമായി കയറ്റുമതി ചെയ്യപ്പെട്ടു. അന്ന് ഒരു തൊപ്പി ലഭിക്കണമെങ്കിൽ ഓർഡർ ചെയ്ത് ആഴ്ചകളോളം കാത്തിരിക്കണമായിരുന്നു. തളങ്കരയിലെ ഓരോ വീട്ടിലും തൊപ്പിയൊരുങ്ങുമ്പോൾ അതിന് അനുബന്ധമായി 100 കണക്കിന് പേർക്ക് തൊഴിലും ലഭിച്ചു. തൊപ്പികൾക്ക് നൂലുകോർക്കലടക്കമുള്ള ജോലികൾ ചെയ്തിരുന്നത് അടുത്ത പ്രദേശങ്ങളിലെ സ്ത്രീകളായിരുന്നു. കാലം മാറി കഥ മാറി. പുതിയ തലമുറ തൊപ്പി നിർമ്മാണത്തിൽ നിന്ന് പൂർണ്ണമായും അകന്നു. ഒടുവിൽ ബാങ്കോട്ടെ അബ്ദുള്ള മാത്രം ആ തലമുറയിൽ അവസാന കണ്ണിയായി. 3 പതിറ്റാണ്ട് കാലമാണ് അബ്ദുള്ള തളങ്കര തൊപ്പി നെയ്തത്. ഒടുവിൽ അബ്ദുള്ള കിടപ്പിലായപ്പോൾ തളങ്കരയുടെ തൊപ്പി പെരുമ അവസാനിച്ചുവെന്നായിരുന്നു ഏവരും കണക്ക് കൂട്ടിയത്. എന്നാൽ അബ്ദുള്ളയുടെ മകൻ റഹീമിന് ആ പാരമ്പര്യത്തെ കൈവിടാനാകുമായിരുന്നില്ല. കൺസ്ട്രക്ഷൻ്റെയും വസ്ത്രവ്യാപാരത്തിൻ്റെയും തിരക്കിനിടയിൽ റഹീം ആ പാരമ്പര്യത്തിന് നൂല് കോർത്ത് കൊണ്ടിരിക്കുകയാണിപ്പോൾ. വലിയ മെച്ചമൊന്നുമില്ലെങ്കിലും ഏറെ പുണ്യമുള്ള തൊഴിലായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് റഹീം പറഞ്ഞു. തളങ്കര തൊപ്പി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നൊരു സംഭവമാണ്. കൈത്തൊഴിലാണ് ഇതിൽ കൂടുതലായിട്ടും ചെയ്യുന്നുള്ളത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എല്ലാവർക്കും അങ്ങനെ എത്തിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധനം റെഡിയായിട്ട് കിട്ടുന്നില്ല. പിന്നെ പണിയെടുക്കാനുള്ള ആൾക്കാരെല്ലാം പഴയ പോലെ ആൾക്കാരും താല്പര്യപ്പെടുന്നില്ല ഇതിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മെച്ചം കുറച്ച് വരുമാന മാർഗം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാരൊന്നും ഇതിൽ മുന്നിട്ടിറങ്ങാത്തത്. ഇപ്പം ഞാൻ എൻ്റെ ഉപ്പാൻ്റെ പാരമ്പര്യം ആയതുകൊണ്ട് ചെയ്തുകൊണ്ടുണ്ട്. ഏറെ തിരക്കിനിടയിലും റഹീം തൊപ്പി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാണ് നിർമ്മാണ പ്രവർത്തനം. ഉപ്പയും ഉപ്പൂപ്പയും പകർന്നു തന്ന ഈ ജോലി കൈവിടാനാവില്ലെന്ന് റഹീം അഭിമാനത്തോടെ പറയുന്നു. ഉപ്പൂപ്പാൻ്റെ ഉപ്പ അബൂബക്കറും ഉപ്പൂപ്പ അബ്ദുള്ളയും ഉപ്പ അബൂബക്കറും തൊപ്പി നിർമ്മാണത്തിലെ പേര് കേട്ടവരായിരുന്നു. ആ പാരമ്പര്യത്തെയാണ് റഹീമിൻ്റെ ഉപ്പ അബ്ദുള്ള 3 പതിറ്റാണ്ട് കാലം മഹിമയോടെ മുന്നോട്ട് നയിച്ചത്. തളങ്കര തൊപ്പി അസ്തമിക്കുന്നില്ലെന്ന് തെളിയിച്ചുകൊണ്ട് റഹീമും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴും നിരവധി പേരാണ് റഹീമിൻ്റെ വീട്ടിലേക്ക് തളങ്കര തൊപ്പി വാങ്ങാനെത്തുന്നത്. ഇന്നും അതൊരു ഹരമാണെന്ന് തളങ്കരക്കാർ പറയുന്നു. തളങ്കര തൊപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അറിയപ്പെടുന്നൊരു തൊപ്പിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ പോകുന്ന സമയത്തെല്ലാം നമ്മൾ ഇന്ന് ഗൾഫിലെ കൂട്ടുകാരനെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ എന്താവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയുള്ളത് എനിക്ക് തൊപ്പി വേണം, വരുന്ന സമയത്ത് തൊപ്പി കൊണ്ടുവരണമെന്നാണ് പറയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ തൊപ്പിക്ക് ഓർഡർ ചെയ്യും. ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 10 ദിവസം മുന്നേ ഓർഡർ ചെയ്തെങ്കിൽ അവിടുന്ന് ഒരു 10 തൊപ്പി കിട്ടും. അത്രക്കും ഒരു ഹാൻഡ്മെയ്ഡാണെന്ന് അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരാഴ്ചൻ്റെ സമയം തരും ഞങ്ങൾക്ക് 10 ദിവസം സമയം കൊണ്ട് ഞങ്ങൾ അതിന് റെഡിയാക്കി മുമ്പേ പറഞ്ഞ് റെഡിയാക്കി വാങ്ങിക്കലാണ്. അത് ഇപ്പോൾ ഇവർ എന്നെ പിന്തുടരുന്ന പറഞ്ഞാൽ ഈ തിരക്കിനിടയിൽ പിന്തുടരുന്ന വലിയൊരു മഹാസംഭവം തന്നെ ഇത്. എന്തായാലും തളങ്കര തൊപ്പി എന്നുള്ളത് മാഞ്ഞു പോകാത്ത വികാരമായി ഒരു നാടിനെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക്. KSTAയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ UP സ്കൂളിലായിരുന്നു ക്യാമ്പ് നടന്നത്. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. M രാജഗോപാലൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം പഠന ക്ലാസുകളുടെ ആവശ്യമില്ല. മറിച്ച് സാമൂഹ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ലോകരാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും എല്ലാം മനസ്സിലാക്കുകയും അതിനനുസൃതമായി സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു അധ്യാപക പ്രസ്ഥാനം എന്ന നിലയിൽ ആ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഇതുപോലുള്ള പ്രത്യയശാസ്ത്രപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ആശയപരമായി കരുത്താർജിക്കാനും പ്രയോജനപ്പെടുന്ന ക്യാമ്പുകൾ നടത്തുക എന്നുള്ളത് ഏറ്റവും ശക്തമായ പ്രതികരണ ശേഷിയുടെ അധ്യാപക പ്രസ്ഥാനം
ഡോക്ടർ MM സിദ്ദിഖ്, KP മധുസൂദനൻ, AK ബീന തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ചടങ്ങിൽ KSTA സംഘടിപ്പിച്ച ദിശ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. K രാഘവൻ, A പവിത്രൻ, AK സദാനന്ദൻ, P ദിലീപ് കുമാർ, ശ്രീജിത്ത്, A മാധവൻ, കൃഷ്ണൻ കുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ചാ കേസിന്റെ വിചാരണ ജൂൺ 15-ന് ആരംഭിക്കും. കാസർഗോഡ് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ നടക്കുക. ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിൽ 2015 സെപ്റ്റംബർ 28-നാണ് കവർച്ച നടന്നത്. 20 കിലോ സ്വർണവും 3 ലക്ഷം രൂപയുമാണ് കവർച്ച ചെയ്തത്. നീലേശ്വരം CI ആയിരുന്ന KE പ്രേമചന്ദ്രനാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 7 പ്രതികളും 130 സാക്ഷികളുമാണുള്ളത്. മടിക്കേരിയിലെ സുലൈമാൻ, ബളാലിലെ അബ്ദുൽ ലത്തീഫ്, ബല്ല കടപ്പുറത്തെ മുബഷീർ, ഇടുക്കിയിലെ മുരളി, ചെങ്കളയിലെ മനാഫ്, കുശാൽ നഗറിലെ അഷ്റഫ്, മടിക്കേരിയിലെ അബ്ദുൽ ഖാദർ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരിൽ നിന്നും 18 കിലോ സ്വർണം കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം അതിവിദഗ്ധമായാണ് ഈ കേസിലെ പ്രതികളെ പിടികൂടിയത്. ഒരിക്കൽ പോലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടുന്നതെല്ലാം കവർച്ചക്കാർ ആസൂത്രണം ചെയ്തിരുന്നു. തൊട്ടടുത്ത ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്കിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കവർച്ചക്കാരെ പിടികൂടാൻ സഹായകരമായത്. കേസിന്റെ ഒരു ഘട്ടത്തിലും പ്രതികളെ കണ്ടെത്താനുള്ള സൂചനകളൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് CCTV ദൃശ്യം തുണയായത്. കുഡ്ലു സഹകരണ ബാങ്കിന്റെ എരിയാൽ ശാഖ കൊള്ളയടിച്ച് ഒരാഴ്ചയ്ക്കു ശേഷമാണ് വിജയ ബാങ്ക് കവർച്ച നടന്നത്. ചെമ്പരിക്ക ഖാസി കേസിന്റെ അന്തിമ റിപ്പോർട്ട് ഹാജരാക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മെയ് 27-നകം റിപ്പോർട്ട് ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. 2016 മെയ് 27-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചുവെങ്കിലും CBIക്ക് ഇനിയും അന്വേഷണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. 2015 ഫെബ്രുവരി 15-നാണ് ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മൗലവിയെ കീഴൂർ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഖാസിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും തികഞ്ഞ വിശ്വാസിയും പണ്ഡിതനുമായ ഖാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. വിശദമായ അന്വേഷണത്തിലൂടെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ആക്ഷൻ കമ്മിറ്റിയും ഖാസിയുടെ ബന്ധുക്കളും. ഈ സാഹചര്യത്തിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാത്ത CBI നടപടിക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതേസമയം ഖാസി വധക്കേസിലെ പ്രതികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 43-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിരവധി സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലൊരുക്കിയ പരിസ്ഥിതി ശില്പം ആരെയും ആകർഷിക്കും. കാവലാൾ എന്ന പേരിലാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇനി എല്ലാവരെയും സ്വാഗതം ചെയ്യുക കാവലാൾ ശില്പവും ജൈവ പന്തലും. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാതയോരത്ത് ഇവ രണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ കരവിരുതിലാണ് ശില്പം ഒരുങ്ങിയത്. പിലിക്കോടിന്റെ കാർഷിക സംസ്കൃതിയെ അടയാളപ്പെടുത്തുന്ന 6 കാവൽക്കാർ ശില്പത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മണ്ണ്, ജലം, കൃഷി എന്നിവയുടെ സൂചകങ്ങളും ശില്പത്തിലുണ്ട്. സിമന്റ്, ഇഷ്ടിക, ടെറാക്കോട്ട, മൺകലങ്ങൾ എന്നിവയാണ് ശില്പനിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. മികവുറ്റ പ്രവർത്തനം കൊണ്ട് മുൻവർഷങ്ങളിൽ വിദ്യാലയത്തിന് ലഭിച്ച വിവിധ അവാർഡുകളുടെ തുക ഉപയോഗിച്ചാണ് ശില്പം നിർമ്മിച്ചത്. 10 അടിയോളം ഉയരമുണ്ട്. ശില്പത്തോട് ചേർന്ന് തന്നെയാണ് ഹരിതാപ തീർത്ത ജൈവ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. 27 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള ഈ പന്തലിൽ വള്ളിച്ചെടികൾ വെച്ച് പിടിപ്പിക്കും. വെള്ളച്ചാലിലെ പത്മനാഭൻ മാസ്റ്ററാണ് പന്തൽ രൂപകൽപ്പന ചെയ്തത്. മകളെ ആക്രമിക്കുന്നത് തടഞ്ഞ വീട്ടമ്മയ്ക്ക് വെട്ടേറ്റു. ദേലമ്പാടി കക്കപ്പാടിയിലെ രത്നയ്ക്കാണ് ഇരുകൈക്കും വെട്ടേറ്റത്. ഇരുകൈക്കും വെട്ടേറ്റ രത്നയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയില്ല എന്ന കാരണത്താലാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് മകൾ സുലോചന പറഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് 8 മണിക്ക് ഞങ്ങളെ പോരെല്ലാം തല്ലുപൊടി ആക്കിയിട്ട് ഞങ്ങൾക്ക് തൈക്കൊടി വന്ന് തലക്കെല്ലാം CPM തലക്കെല്ലാം തയ്ച്ചിട്ട് ഞങ്ങൾ
കൊല്ലാൻ പറഞ്ഞു. 8-9 ആളുണ്ടായി. ഞങ്ങളൊക്കെ മൈനസ് സഞ്ജുവാണ് കൂട്ടി, സതീഷാണ്, ഉഷാനല്ല, ഗിരീഷ, മഹേഷ, യശോധര, ഗുരുരാജ് എല്ലാം കൂടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് അത്യാചാരമാക്കി കൊണ്ടിട്ട് നമ്മളെ തലക്ക് കൊല്ലുന്നത് കത്തില്, പിന്നെ പറച്ചില്, സലക്കെ എല്ലാം അത്യാചാരമാക്കിയിട്ട് പിള്ളേരുണ്ട്. കാരണം എന്തില്ല, നമ്മൾ വോട്ട് BJPക്ക് ഇട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് സംഭവം മാത്രം. 7 അംഗ സംഘമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി രത്നയുടെ മകൾ സുലോചനയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇത് തടഞ്ഞപ്പോഴാണ് രത്നയ്ക്ക് വെട്ടേറ്റത്. രത്നയുടെ മകൾ സുലോചന ആശാ വർക്കറാണ്. രാത്രി പുറത്തിറങ്ങാനാവാതെ പേടിച്ചു വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നതായും സുലോചന പറഞ്ഞു. ആദൂർ പോലീസിൽ പരാതി നൽകി. രത്നയും മകളും CPM പ്രവർത്തകരാണ്. കരവിരുതിൽ വിസ്മയം തീർത്ത് യുവശില്പി ജനശ്രദ്ധ നേടുന്നു. നീലേശ്വരം പൂവാലം കൈ അയ്യപ്പൻ കോട്ടയിലെ അനിൽകുമാറാണ് ചിത്രകലയോടൊപ്പം ശില്പനിർമ്മാണത്തിലും വിസ്മയമാകുന്നത്. ചിത്രകലയിലും ശില്പകലയിലും പുത്തൻ ഭാവുകങ്ങൾ നൽകുകയാണ് പൂവാലങ്കൈ അയ്യപ്പൻ കോട്ടയിലെ അനിൽകുമാർ. കല എന്നത് അനിൽകുമാറിന്റെ അഭിരുചി മാത്രമല്ല, പാരമ്പര്യമായി അച്ഛനിൽ നിന്നു ലഭിച്ച അനുഗ്രഹം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ വിടരുന്ന ശില്പങ്ങൾ ആരെയും അമ്പരപ്പിക്കും. ടെറാക്കോട്ടോ ശില്പ മാതൃകയിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഗണപതിയും സരസ്വതിയും വിസ്മയം തന്നെയാണ്. ചിത്രകാരൻ ശില്പി എന്ന നിലയിൽ ശ്രദ്ധേയനായ ഇദ്ദേഹം ഇന്ന് ക്ഷേത്രങ്ങളിൽ ഒരുക്കുന്ന ശില്പങ്ങളിൽ തിരക്കിട്ട കലാകാരൻ കൂടിയാണ്. പൂവാലങ്കൈ സദാശിവ ക്ഷേത്ര കവാടം, നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ ഭഗവതി നാഗശില്പം എന്നിവ ശ്രദ്ധേയമാണ്. ഉദുമയിലെ വയനാട്ടുകുലവൻ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കണ്ടനാർ കേളൻ വയനാട്ടുകുലവൻ തെയ്യക്കോലങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. യാഥാർത്ഥ്യത്തെ വെല്ലുന്ന ഈ തെയ്യക്കോലങ്ങൾക്ക് ഈ കലാകാരന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ശില്പകലയിൽ തന്റെ ഇത്രയും കാലത്തെ പരിജ്ഞാനം കൊണ്ട് തയ്യാറാക്കിയ ഈ തെയ്യക്കോലമാണ് തനിക്ക് പ്രിയപ്പെട്ടതെന്ന് അനിൽ എടുത്തു പറയുന്നു. ഫൈബറിലാണ് ഇത് ചെയ്തത്. ഞാനും എൻ്റെ അനിയനും കുടുംബവും ഭാര്യയായിട്ട് അച്ഛനും അമ്മയും എല്ലാവരും 2 മാസത്തെ കഷ്ടപ്പാടോടുകൂടിയാണ് ഈ വർക്ക് തീർത്തത്. കാണുന്നവർക്കും ഈ തെയ്യക്കോലങ്ങൾ കൗതുകം തന്നെയാണ്. ഉറഞ്ഞാടിയ ആരാധനാമൂർത്തിയുടെ കണ്ണുകളിലെ തീവ്രത അതേപടി മെനഞ്ഞെടുത്തപ്പോൾ അനിലിന്റെ കലാപ്രാവീണ്യം അഭിനന്ദാർഹമാണ്. തയ്യൽ തൊഴിലാളിയായ അച്ഛനും ഫാഷൻ ഡിസൈനറായ ഭാര്യയും ചിത്രകാരനായ അനുജനും കലയെ നെഞ്ചോട് ചേർത്ത അമ്മയും അനിൽകുമാറിന് കലാരംഗത്ത് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇന്ന് അനിൽകുമാറിന്റെ കലാപ്രാവീണ്യം അന്യസംസ്ഥാനത്തുകൂടി അറിയപ്പെട്ടിരിക്കുന്നു. ബംഗളൂരു റെസിഡൻസ് റോഡിൽ കാവിന്റെ മാതൃകയിൽ തയ്യാറാക്കുന്ന ഹോട്ടലിന്റെ പണിപ്പുരയിലാണ് ഈ കലാകാരൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിന്റെ സമഗ്ര വികസനത്തിന് മുന്തിയ പരിഗണന LDF സർക്കാർ നൽകുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. ഇത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും ചന്ദ്രശേഖരൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആനുകൂല്യം ഉറപ്പാക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്നും E ചന്ദ്രശേഖരൻ. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ്. മുഖ്യപ്രതി റിമാൻഡിലായത് കുണ്ടാർ സ്വദേശി ഹാരിസ്. വാഹനാപകടത്തിനിടെ മോഷണമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കുഞ്ചത്തൂർ രക്ഷണാവേദി. തെറ്റായി നൽകിയ വാർത്ത തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും രക്ഷണാവേദി ഭാരവാഹികൾ. കയ്യൂർ ചെറിയാക്കര GLP സ്കൂളിൽ കർമ്മപദ്ധതി ആവിഷ്കരിക്കുമെന്ന് M രാജഗോപാലൻ MLA. വിദ്യാലയം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും രാജഗോപാലൻ. തൊപ്പി മഹിമയിൽ തളങ്കര തൊപ്പി. റംസാൻ കാലമായതോടെ തളങ്കര തൊപ്പിക്ക് ആവശ്യക്കാർ ഏറെ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.